പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ രാത്രിയിൽ എനിക്ക് വന്നൊരു ഓഡിയോ മെസ്സേജാണ് ഈ വീഡിയോ ചെയ്യാനായി എന്നെ പ്രേരിപ്പിച്ചത്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അമ്മ 2 കുഞ്ഞുങ്ങളെ വളർത്തി ഏറ്റവും നല്ല നിലവാരത്തിൽ അവരെ പഠിപ്പിച്ചു. അവർക്ക് മാന്യമായ ജോലി ലഭിച്ചു. 2 പേരും വിവാഹം കഴിഞ്ഞു. ഒരു മകൻ, 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു മകൻ വിദേശത്ത് കടന്നുപോയി. ഈ 2 മക്കളും ഈ അമ്മയെ, അച്ഛൻ മരിച്ചുപോയി, ഈ അമ്മയെ കൂടെ നിർത്താനോ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനോ ഇവർക്കൊട്ടും താല്പര്യമില്ല. കാരണം അമ്മ ഇപ്പോൾ വയസ്സായി. എന്നാലും ഈ മകൻ്റെ 2 കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഈ അമ്മയാണ്. 2 പേര് രാവിലെ ജോലിക്ക് പോകും. 2 കുഞ്ഞുങ്ങളെ ഈ അമ്മ നോക്കണം. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവർ 2 പേരും വരുന്നത് വല്ലാത്ത ഓലങ്ങളിലൊക്കെയാണ് വരുന്നത്, ഈ ലോകപ്രകാരമുള്ള ജീവിത രീതിയിലൂടെ. എന്നാൽ രക്ഷിക്കപ്പെട്ട ഈ മാതാവ് വളരെ സങ്കടത്തോടെ ആ മകൻ്റെ വീട്ടിൽ കഴിയുകയാണ്. ആ മാതാവ് ഇടുന്ന കട്ടിൽ പോലും എടുത്ത് ഈ മകൻ വിറ്റു. എന്നിട്ട് എപ്പോഴും ആ സഹോദരി പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളെ അച്ഛൻ. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളുടെ അച്ഛനും ആവുന്നതിന് മുമ്പ് ആ മാതാവിൻ്റെ മകനായിരുന്നു. പൂർണ്ണമായിട്ടും സ്നേഹത്തോടും പൂർണ്ണ ഉത്തരവാദിത്വത്തോടും ഒരു അമ്മ ആ മകനെ കഷ്ടപ്പെട്ട്, അച്ഛൻ മദ്യപാനിയായിരുന്നു, ഈ അമ്മ അധ്വാനിച്ച് പഠിപ്പിച്ചു. ഉണ്ടായിരുന്ന വീടും വസ്തുവെല്ലാം ഈ അച്ഛൻ വിറ്റ് കുടിച്ച് നശിപ്പിച്ചു. ഇന്ന് ആ അമ്മയ്ക്ക് പോകാൻ ഒരു ഇടമില്ല. ആ അമ്മയുടെ കണ്ണുനീര് 10-15 മിനിറ്റ് അടുപ്പിച്ചുള്ളൊരു ഓഡിയോ റെക്കോർഡ് ഇന്നലെയും ബാക്കി ഇന്ന് രാവിലെയാണ് ഞാൻ കേട്ടത്. ഞാനിപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കുഞ്ഞിലെ ഉദരം മുതൽ ഒരമ്മ സ്വന്തം മക്കളെ വളർത്തി പഠിപ്പിച്ച് നല്ല ജീവിതാവസ്ഥയെ കൊണ്ടുവന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് അയച്ച് നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചു, എല്ലാം ചെയ്തു. എന്തുകൊണ്ടാണ്? മക്കളെ മാതാപിതാക്കൾ വളർത്തണം, ശരിയാണ്. അവരുടെ മക്കളെയും ഈ വയസ്സായ മാതാപിതാക്കൾ നോക്കണമെന്ന് പറയുന്നത് കഷ്ടമല്ലേ? അവരുടെ ഇഷ്ടത്തോടെ കൊച്ചുമക്കളെ അവർ സ്നേഹിക്കുകയും നോക്കുകയും ചെയ്യുന്നത് ആയിക്കോട്ടെ. ഇതങ്ങനെയല്ല. ആ വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും ചെയ്യണം. മരുമകളുടെ അടിവസ്ത്രം വരെ കഴുകി കൊടുക്കണം. എല്ലാ പണിയും ചെയ്തിട്ട് പോലും ആ ഭവനത്തിൻ്റെ അകത്ത് ആ മാതാവിന് 3 നേരം നല്ല ഭക്ഷണം കൊടുക്കുകയോ അവർ അവരെ ബെഡെടുത്ത് മാറ്റിക്കളയുകയും, ആ മാതാവ് ഇന്ന് വളരെ കണ്ണുനീരോടെ ആയിരിക്കുന്നു. അങ്ങനെ എനിക്ക് അയച്ചേക്കുന്ന വോയിസ് ഇങ്ങനെയാണ്: മോളെ, ഞാൻ എന്ത് ചെയ്യട്ടെ, ഞാൻ എങ്ങോട്ട് പോകട്ടെന്ന്. പ്രിയ സുഹൃത്തുക്കളെ, 2020 ഈ ഫേസ്ബുക്കിൽ ഞാനൊരു ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ ആഗ്രഹം, അന്നും ഇന്നും എൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ, അതിന് ഏത് ജാതിയോ മതമോ ക്വാളിറ്റിയുള്ളതോ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതോ എങ്ങനത്തെ വ്യക്തിയോ ആയിക്കോട്ടെ, മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കളെ നോക്കണമെന്നത് എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവരെ സ്നേഹിക്കുക, കുളിക്കാൻ പറ്റാത്തവരെ അവരെ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കുക, അവരെ സ്നേഹിക്കുക. കാരണം വയസ്സായവരിൽ നിന്ന് പിന്നെ അവർക്കൊരു ഭാവിയില്ല, ഒരു ഫ്യൂച്ചറില്ല. അപ്പോൾ അവരിലൊരു പ്രത്യാശയില്ല, ഒന്നുമില്ല. അവരെ അങ്ങ് വേസ്റ്റ് വിട്ടേ കളയുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ യൗവനക്കാരാണ്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, ജോലിയുണ്ട്, സമ്പത്തുണ്ട്. പക്ഷേ സ്വന്തം തുണി പോലും ഉടുക്കാൻ കഴിയാത്ത രീതിയിൽ കൈ കാലുകൾ ബലഹീനമാവും, മനസ്സ് തകരും, ശരീരമെല്ലാം ബലഹീനമായി സ്വന്തമായിട്ടൊരു ഭക്ഷണം പോലും എടുത്ത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മനുഷ്യനാവുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ജീവിതത്തിലുണ്ടെന്ന് ഈ സ്വന്തം മാതാപിതാക്കളെ തള്ളിക്കളയുന്ന മക്കൾ മറക്കരുത്. ഇന്ന് നിങ്ങൾ ആരോഗ്യത്തോടെ ബലത്തോടെ ജോലിക്ക് പോകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരുടെ രക്തം നീരാക്കി നിങ്ങൾ അവർ വളർത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഒരു 10 സെൻറ്റ് വസ്തു വാങ്ങി ഒരു ബിൽഡിംഗ് പണിതിട്ട് ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ ആ സാഹചര്യങ്ങളനുസരിച്ച് 5 പേരാണോ 6 പേരാണോ എന്നെ കൊണ്ട് കഴിയുന്നത്, അതായത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഞാൻ അവരെ കുളിപ്പിച്ച് എനിക്ക് നോക്കുന്ന രീതിയിൽ മറ്റൊരു സ്റ്റാഫിനെ വയ്ക്കാനോ ഇതൊരു ചാരിറ്റി ആയിട്ടോ അങ്ങനെ ഒന്നുമല്ല, ഒരു 5 പൈസ വാങ്ങിക്കാതെ ഇവരെ വളർത്താനും നോക്കാനുള്ള സാഹചര്യം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തരണം. ഒരു ഫണ്ടും വേണ്ട, ആരെ സഹായവും വേണ്ട. ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വചന ശുശ്രൂഷയെ കടന്നുപോയി, ഞാൻ പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ വേല ചെയ്ത് എനിക്ക് കിട്ടുന്ന നന്മ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ളവരെ എനിക്ക് നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക. പക്ഷേ ഇത് എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ മക്കളെ നിങ്ങൾ വളർത്തുക. അത് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ജോലിക്കാരെ വെച്ച് നോക്കുക. അല്ലാതെ രാത്രി ചെന്ന് കിടന്ന് ഉറങ്ങുന്ന വയസ്സായ മാതാപിതാക്കളെ അടുത്ത് പാലൂടി മാറാത്ത കൊച്ചിനെ വെച്ച് കിടത്തിയിട്ട് ഈ വയസ്സായ ഈ അച്ഛനും അമ്മയും ഇനി ആ കുഞ്ഞുങ്ങളെ കൂടെ നോക്കി വളർത്തണമെന്ന് പറഞ്ഞാൽ പരമ കഷ്ടമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഈ ആരോഗ്യം വെച്ച് ഇന്നും ഞാൻ ഓരോ ഭവനങ്ങളിൽ ചെന്നാലും വയസ്സായവരെ ഞാൻ കുളിപ്പിക്കാൻ പറ്റാതെ കിടക്കുന്നവരെ ഞാൻ കുളിപ്പിക്കാറ് വർഷങ്ങൾ കൊണ്ട് പല ഡിസ്ട്രിക്റ്റിലും ചെന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു ശുശ്രൂഷ അതാണ്.
വയസ്സായ മാതാപിതാക്കളെ സ്നേഹിക്കുക. ഒരുപാട് ഭവനങ്ങളിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവരാണ്, മക്കളൊക്കെ തൊട്ടടുത്ത് ഇരുനില ഭവനങ്ങളിലൊക്കെ താമസിക്കുക, 2-3 കാറൊക്കെ ഉണ്ട്. അമ്മയും അച്ഛനും കിടക്കുന്നത് ഒരു പശുത്തൊഴുത്തിൽ പോലെ ഉള്ള ഒരു കുടിലാണ് കിടക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ആ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, മോളെ ഒരു ഓറഞ്ച് ഒരു ആപ്പിളൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ മോൾ എനിക്കത് വാങ്ങിത്തരത്തില്ല. പിന്നെ എൻ്റെ മനസ്സിൽ ഇതാണ് ചിന്ത, എൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പം ഞാൻ ഇതുപോലെ വാങ്ങിച്ചു പറക്കി അവരെ വീട്ടിലേക്ക് ചെല്ലും. അവർ വയസ്സായവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് മാക്സിമം ചെയ്തു കൊടുക്കാൻ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ഞാനത് ചെയ്യും. ഒരുപാട് ഭവനങ്ങളിൽ ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച, സ്വന്തം മക്കളെ കയ്യിൽ വയസ്സായ മാതാവ് ഒന്ന് പിടിച്ചാൽ ആ കയ്യെ തട്ടി മാറ്റിയിട്ട് പോയിരുന്ന കമ്പ്യൂട്ടറിന് മുമ്പ് കളിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കണം, ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളിന്ന് നിങ്ങളായി തീർന്നത്, ഈ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്കൊരു മാന്യത വന്നത്, നല്ലൊരു കുടുംബജീവൻ ലഭിച്ചത്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള മക്കൾ ലഭിച്ചത്, അതിൻ്റെ പിന്നിൽ അവരുടെ അധ്വാന അപ്പനമ്മമാരുടെ. ഒരിക്കലും മാതാപിതാക്കളെ നിങ്ങൾ തള്ളിക്കളയരുത്. ഒരു വൃദ്ധസ്ഥാനത്തിൻ്റെ ആവശ്യമില്ല. അവരവരെ മാതാപിതാക്കളെ അവരവർ സംരക്ഷിക്കണം. എൻ്റെ അച്ഛൻ 5 വർഷം സുഖമില്ലാതെ കിടന്ന് കഴിക്കാൻ വയ്യാതെ, ഈ 5 വർഷം അങ്ങോട്ട് 3 വണ്ടി കയറി ഇങ്ങോട്ട് 3 വണ്ടി കയറി 2 ദിവസത്തിലൊരിക്കൽ പോയി കുളിപ്പിച്ച് കൊടുത്ത് എൻ്റെ അച്ഛനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. എൻ്റെ അച്ഛൻ എപ്പോൾ മരിക്കും എന്ന് മരിക്കുമെന്ന് ദിവസവും സമയം വരെ കർത്താവ് എന്നോട് സംസാരിക്കുകയും അവസാനത്തെ ദിവസവും അച്ഛൻ്റെ കൂടെ ഇരുന്ന് അച്ഛനെ തുടച്ച് വൃത്തിയാക്കി വെള്ളം കൊടുത്ത് എൻ്റെ മുമ്പ് വെച്ച് അച്ഛൻ മരിക്കുകയും എൻ്റെ അച്ഛൻ്റെ എല്ലാ കാര്യവും നോക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, 80 വയസ്സ് കഴിഞ്ഞ് എൻ്റെ അമ്മ, കഴിഞ്ഞ മാസം ഞാൻ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിരുത്തിയിട്ട് എന്നെ കൈ കൊണ്ട് ഇങ്ങനെ തപ്പി എൻ്റെ മുഖത്ത് നോക്കി, ഇത് ബിന്ദുമോളാണെന്ന് പറയാനിടയായി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാനൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദൈവമേ, എൻ്റെ മാതാവ് മരിക്കുന്നവരെ ഈ കണ്ണിന് കാഴ്ച കൊടുക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കാണാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലേ? നമ്മുടെ സങ്കടം ദൈവം അറിയത്തില്ലേ? നമ്മുടെ കണ്ണുനീരിന് മറുപടി ദൈവം തരത്തില്ലേ? നിശ്ചയമായിട്ടും ഒരു ദൈവവേദൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനി ഒരു മാതാവ് ഇതുപോലെ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ ഭവനത്തിലേക്ക് വരിക, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാമെന്ന് പറയാം. എനിക്ക് ദൈവം സ്വന്തമായൊരു ഭവനം തരണം. എന്തിനെന്നറിയാമോ? ഇങ്ങനെയുള്ള അപ്പനമ്മമാരെ ചേർത്തണയ്ക്കാൻ. അതിനുവേണ്ടി മാത്രം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ.